എല്ലാ വീടുകളിലും ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. മെഴുകുതിരി വെട്ടത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ തലമുറകൾക്ക് നമുക്കൊരുപക്ഷെ ചില റൊമാൻറ്റിക് വേളകളിലെല്ലാം നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ ഗതികേട് അതായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 20-ാം തീയതി ലോകകപ്പിൻ്റെ ഫൈനലാണ്. ആ ലോകകപ്പിൻ്റെ ഫൈനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSCB ഓഫീസുകൾക്ക് മുമ്പിൽ നാളെ എല്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ വീടുകളിൽ ഞങ്ങളൊരു സമരം, ഒരു പ്രതിഷേധ സമരം വീടുകളിൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വീടുകളിലും ആ ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ക്യാമ്പയിനോടൊപ്പം നിൽക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ പറയുന്നത് എല്ലാ വീടുകളിലും ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. മെഴുകുതിരി വെട്ടത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ തലമുറകൾക്ക് നമുക്കൊരുപക്ഷെ ചില റൊമാൻറ്റിക് വേളകളിലെല്ലാം നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ ഗതികേട് അതായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ക്യാമ്പയിൻ AIVFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. അത് ഈ ഗവൺമെന്റിന്റെ നയത്തോടുള്ള പ്രതിഷേധമാണ്. മാത്രമല്ല, ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രചരണം നടത്തിയിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് 10 വർഷക്കാലം പവർ കട്ടില്ലാത്ത കേരളമായി കേരളത്തെ മാറ്റുമെന്നായിരുന്നു. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ആകർഷകമായ ഒരു പദ്ധതി എന്ന് UDF വിശേഷിപ്പിച്ചത് പ്രിയദർശിനി സൗജന്യ യാത്രയായിരുന്നു. ഇപ്പോൾ അതിലൂടെ നമ്മുടെ അമ്മമാരും സഹോദരിമാരും എല്ലാം കുറച്ച് പൈസ മിച്ചം പിടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ മിച്ചം പിടിക്കുന്ന പൈസ ഇന്നിപ്പോൾ അമ്മമാരും സഹോദരിമാരും മെഴുകുതിരി വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്നെല്ലാം അദ്ദേഹത്തെ കളിയാക്കി ആക്ഷേപിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രചരണങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജെൻസി തലമുറ ഇപ്പോൾ പറയുന്നത്, നമ്മുടെ പുതിയ തലമുറ നമ്മളോട് ഇപ്പോൾ പറയുന്നത്, സമ്പത്ത് കാലത്ത് ഇൻവെർട്ടർ വാങ്ങിയാൽ UDF കാലത്ത് വെട്ടത്തിരിക്കാം എന്ന് നമ്മുടെ ജെൻസി തലമുറ നമ്മളോട് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ കേരളത്തിൻ്റെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പവർ കട്ടിനെതിരായി, ലോഡ് ഷെഡിങ്ങിനെതിരായി വളരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്.